അതെ, എന്തൊക്കെയായാലും 31-ാം തീയതിക്ക് മുമ്പ് നടക്കണം. അതെ. കൊച്ചു കള്ള വെറുതെയായി അല്ലേ? എന്താ ആലോചിക്കുന്നത്? അല്ല, ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം? ഓ, അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും അല്ലേ? അത്തരം ആചാരങ്ങളൊക്കെ തെറ്റിക്കാതിരിക്കുന്നല്ലേ നല്ലത്? ജാതകം നോക്കണ്ട, വേണമെങ്കിൽ സമയം നോക്കാം. അപ്പൊ ആദ്യം തുകയുടെ കാര്യം ഒന്ന് തീരുമാനിക്കണം. ചോദിക്കുന്നുണ്ട്, മുഷിയരുത്. നിങ്ങൾ വന്നത് ശ്രീധനെ മോഹിച്ചിട്ടോ അതോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ? വിവാഹം ഒരു കച്ചവടമാണ് നിങ്ങൾക്കല്ലേ? വിവാഹവും? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നടക്കുന്നു യോഗ്യന്മാര്. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. നിങ്ങളെക്കാൾ മണി കെട്ടിയന്മാരെ കണ്ടിട്ടുള്ളവളാ ഈ സൗദാമിനി. ഈ കിളവിക്ക് വട്ടാണ്. മേട്ടർ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ഡെപ്പോസിറ്റോ? അല്ല, ഒലക്കേരെ മൂട് താമാടോ. ഈ ഓ, രണ്ടെണ്ണം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. അവര് വന്നത് ഇതിനായിരിക്കും ഞങ്ങൾ അറിഞ്ഞു. അയാള് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇവളത് ഇവിടെ വന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ എന്ത് കഴിച്ചു? എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം. നിങ്ങൾ പറയുമ്പോ ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ എന്താ ഇവിടെ ചക്കാത്തിന് താമസിക്കുകയാണോ? ഇപ്പൊ ഇറങ്ങുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരാം. ആളെ കോലാക്കണ ഈ പണി എന്റെ മോൾ എവിടെന്നാ പഠിച്ചേ? ഈ കണക്കിന് കുട്ടി കുറെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുമല്ലോ. പോട്ടെ, എന്താ പിന്നെ അല്ലാതെ എന്ത് തെമ്മാടിത്തരമായി കുട്ടി കാണിച്ചേ? ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ട് അവമാനിക്കല്ലേ ഇത്? നിനക്ക് ചുമ്മാ വർത്താനം പറയാതെ കാരണ കുട്ടി കണ്ട് പൊട്ടിക്കാ വേണ്ടത്. നന്ദനൊന്നും മിണ്ടായിരിക്കേ. നടന്നു ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുള്ള കാര്യം? കണ്ടാ കാന്താരി പോലെ ഇത്രേ ഉള്ളൂ, പക്ഷെ കയ്യിലിരിപ്പ് മറ്റതാ. തന്തേം തള്ളയും മര്യാദക്ക് വളർത്താത്തതിന്റെ കുഴപ്പമാ ആ ലെവലായി. എന്താ ഇത് നാണക്കേട്? നന്ദ സീറ്റ് പോയിരിക്കെ. കുട്ടി കാണിച്ചതും കുറെ അക്രമമായി പോയി. സീറ്റ് പോയിരിക്കെ. സാരല്ല, പോയിരുന്നു. അങ്ങനെയൊന്നും പറയരുതായിരുന്നു. മോശമായിപ്പോയി. പാവം പെണ്ണ്. ഓ, ശുദ്ധ പാവം. എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെച്ചത്. ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവക്കതുള്ള മെടുക്കൊന്നുമില്ല. ആ പെമ്പറന്നോട് കണ്ടിടത്തോളം ആൽപ്പ പെശക. കണ്ടില്ല ആ ശൃംഗാരവും കുഴിച്ചിട്ടൊക്കെ. നമ്മളെ കണ്ടപ്പോൾ വല്ല ഇളക്കം തോന്നിക്കാണും. ഓ, മാനേജർ സാർ എന്ന് തുടങ്ങി ഈ പെണ്ണിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ? എന്താണ് അതിന്റെ ഒരു ലൈൻ? ഒരു വീക്കൊച്ചതുണ്ടല്ലോ.